പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വോയിസ് ഓഫ് സൽവേഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്ഭുതങ്ങളെക്കുറിച്ചാണ്. എല്ലാ കാലഘട്ടത്തിലും അത്ഭുതങ്ങൾക്കൊരു പ്രാധാന്യം സമൂഹത്തിലുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവസരോചിതമായിട്ടുണ്ടാകുന്ന ചില അസംഭവങ്ങളെയാണ് അത്ഭുതമെന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ അത്ഭുതം പലതും നടന്നിട്ടും അതിനെ നമ്മൾ അത്ഭുതമായി കണക്കാക്കാതെ അത് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണെന്ന് കരുതി നമ്മൾ വിട്ടുകളയുന്ന രീതിയും പലപ്പോഴും ഉണ്ട്. വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. സങ്കീർത്തനം 40:5 വാക്യത്തിൽ, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുതങ്ങൾ വളരെ ആകുന്നു, എന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ വളരെ ആകുന്നു എന്നാണ്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പതിവ് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ദൈവത്തെ അറിയുന്നതിന് മുമ്പ്, അതായത് യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ദൈവം ചെയ്ത അത്ഭുതമാണെന്ന് ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം അന്നും ഇന്നും എന്നും ഒരുപോലെയാണ്. ദൈവത്തിന് മാറ്റമില്ല. മനുഷ്യർക്കാണ് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞ ഒരു കാലമുണ്ട്, അറിയാത്ത ഒരു കാലമുണ്ട്. അറിയാത്ത കാലത്തിലും നമ്മെ സംരക്ഷിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ദൈവം തന്നെയാണ്. നമ്മൾ അറിഞ്ഞതിന് ശേഷമാണ് അത് ദൈവമാണ് സംരക്ഷിച്ചത് എന്ന് നമ്മൾ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നാൽ അറിയാത്ത കാലത്ത് ദൈവം നമ്മളോട് ചെയ്ത നന്മകളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനവധിയായിട്ടുള്ള അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ അധികം സന്തോഷത്തോടെയും അതുപോലെ ഉറപ്പോടെയുമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പറഞ്ഞ് അതിശയിപ്പിക്കുക എന്നുള്ളതൊന്നല്ല. എന്നാൽ സംഭവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, അവിശ്വാസമായിട്ട് തോന്നുള്ളൂ. അവിശ്വാസമല്ല, സംഭവിച്ചത് തന്നെയാണ്. പക്ഷെ അത് എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുമായിരിക്കും. ഞാൻ സാധാരണമായിട്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു. ആ കാലഘട്ടത്തിൽ കസേര, അതായത് പ്ലാസ്റ്റിക് കൊണ്ട് കസേര മെടഞ്ഞ് കൊടുക്കുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൻ്റെ പല ശാഖകളിലും കരാറെടുത്ത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ മലപ്പുറം ചെന്ന് കസേരയെല്ലാം കെട്ടി ഒന്ന് മടങ്ങി വരുന്നത്, മലപ്പുറത്ത് നിന്ന് താളൂരിലേക്ക് ഒരു ബസ്സുണ്ട് അന്ന്, KSRTC ബസ്. അത് രാത്രി 12:20 താളൂരെത്തും. ആ ബസ്സിൽ കയറി ഞാൻ താളൂരെത്തി. രാത്രി 12:20 സമയം ഞാൻ അവിടുന്ന് താളൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൂരമാണ്. അപ്പം ഞാൻ രാത്രി ഇങ്ങനെ പതുക്കെ നടന്ന് വരികയാണ്. വന്നപ്പോൾ
എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു ചെറിയ കുടിലാണ്. കുടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ കുടിലാണ്, വേറെ ആരും ഉണ്ടാക്കിയതല്ല. കണ്ണ് കാണാതെ എങ്ങനെ സ്വന്തം ഉണ്ടാക്കി എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിവരിക്കാം. 4 കാല് കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓല വെച്ച് കെട്ടി, ചുറ്റും ഓല കെട്ടി, അതിൻ്റെ വാതിലിന് ഒരു ചാക്ക് കീറി അത് വെച്ച് കെട്ടി, അങ്ങനെയുള്ളൊരു കുടിലാണ് എൻ്റെ വീട്. സ്വന്തം പറമ്പിൽ തന്നെയാണ് ഈ കുടിലുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കുടിലിൽ ഒരു 4 കാല് കുഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളയുടെ അലകുകൾ, അലകെന്ന് പറയും, മുള കീറിയെടുക്കുന്നതിനെയാണ് അലകെന്ന് പറയുന്നത്. അങ്ങനെ അലക് നിരത്തി അതിൻ്റെ മുകളിൽ തെരുവപ്പുല്ല്, അതായത് തൈലപ്പുല്ല് എന്ന് പറയും, ലെമൺ ഗ്രാസ് എന്ന് പറയും. അപ്പോൾ ഈ തെരുവപ്പുല്ല്, അതിൻ്റെ മുകളിലേക്ക് ഉണങ്ങിയ തെരുവപ്പുല്ല് നിരത്തി, അതാണ് എൻ്റെ ബെഡ്. ഇങ്ങനെയുള്ളൊരു വീടാണ്. രാത്രി 12:20 ബസ് ഇറങ്ങി ഏതാണ്ട് 1 മണിക്കൂറോളം നടന്ന് 1:30 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിലെത്തുകയാണ്. എൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ നേരെ മുൻവശത്ത്, അതായത് മുറ്റത്തിൻ്റെ കുറച്ച് ഒരു 10 മീറ്റർ മാറി ഒരു കടുവ നിൽക്കുന്നു. ഈ കടുവ നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കടുവ നിൽക്കുന്നു എന്ന് അറിയാതെ തന്നെ ഞാൻ എൻ്റെ മുറ്റത്ത് കയറി എൻ്റെ വീടിൻ്റെ ചാക്ക് നീക്കി അതിനകത്തേക്ക് പോയി കിടന്നുറങ്ങി. എന്നാൽ അക്കരെ കുന്നിൽ നിന്ന് ഒരുപാട് ആളുകളുടെ ശബ്ദം കേൾക്കാം. എന്താണ് ശബ്ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവിടെ നിന്ന് അവരുടെ പശുവിനെയും ആടിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒച്ചപ്പാടും ബഹളവുമാണ് അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വന്ന് എന്നെ കാണാനായിട്ട് വന്നു. ഞാൻ അവിടെ ഉണ്ടോ അല്ല കടുവ കൊണ്ടുപോയോ എന്നാണ് അവർ അന്വേഷിച്ച് വന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഒരു കടുവ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം. അപ്പോൾ ഈ കടുവ സത്യം പറഞ്ഞാൽ എൻ്റെ മുറ്റത്താണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെ ദൃഷ്ടി അക്കരയിലുള്ള തൊഴുത്തിലേക്കായിരുന്നു. ഞാൻ ഈ അകത്ത് കയറി കിടന്നുറങ്ങി, ഞാനൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. പക്ഷേ കടുവയും എന്നെ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ അവരുടെ സംശയം മുഴുവനും കടുവ എന്നെ പിടിച്ചിരിക്കാം എന്നുള്ളതാണ്. കാരണം അത്രയും അടുത്തായിരുന്നു കടുവയും ഞാനും ഒരുമിച്ച് പാസ് ചെയ്തു പോയത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കടുവയിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഞാനല്ല, എൻ്റെ കഴിവല്ല. ഞാനിപ്പോൾ അറിയുന്നതായിരിക്കുന്ന എൻ്റെ ദൈവമാണ് എന്നെ അതിൽ നിന്ന് വിടുവിച്ചത്. അപ്പോൾ ആ കടുവയിൽ നിന്ന് രക്ഷിച്ചത് ദൈവമാണെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്, അനുഭവമാണ്. ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ നല്ല ദൈവത്തെ അറിയുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ അറിയുന്ന ദൈവത്തെ അറിയാതെ ഞാൻ എത്രയോ കാലങ്ങൾ കഴിഞ്ഞുപോയി എൻ്റെ ജീവിതത്തിൽ. ആ ദൈവം ഇന്നും എന്നും അനന്യനായി എൻ്റെ ജീവിതത്തിൽ തുടരുന്നു, എന്നെ സംരക്ഷിക്കുന്നു, എന്നെ പരിപാലിക്കുന്നു. ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ കാണുക, മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക. ഓക്കെ, താങ്ക് യു.